ഹായ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നുള്ളത് അൾഡോറ ഹോളിഡേയ്സ് ഹോമിലാണുള്ളത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ വയനാട്ടിലൊക്കെ വന്നു പോകുന്ന ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ താമസിക്കാൻ പറ്റിയൊരു ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ല റൂംസോ ഹോം സ്റ്റേയോ അങ്ങനത്തെയൊക്കെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു ഒരു ഹോം സ്റ്റേ തന്നെയാണ് ഈ അൾഡോറ ഹോം സ്റ്റേ എന്ന് പറയുന്നത്. ഏകദേശം ചുണ്ടയിൽ നിന്ന് ഒരു 400 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഹോം സ്റ്റേ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റേറ്റും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു നല്ല ഒരു ഹോം സ്റ്റേ തന്നെയാണത്. കാരണം 4 അപ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചൂസ് ചെയ്യാം. കൽപ്പറ്റയിൽ നിന്ന് ഒരു 6.5 കിലോമീറ്റർ ഡിഫറൻസാണ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അൾഡോറ തന്നെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂവും ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളോട് കിട്ടും. കാരണം റൂമൊക്കെ നീറ്റായിട്ട് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലെ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നല്ല മനോഹരമായിട്ട് ഒരു ഫാമിലിക്കൊക്കെ 4 ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹോം സ്റ്റേ തന്നെയാണ് ഇവിടെ. ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർഡറിനനുസരിച്ച് അവർ എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫുഡാണ് വേണ്ടതെങ്കിലും അവരത് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളും അവർ റെഡിയാക്കി തരും. അപ്പോൾ നിങ്ങളത് വന്ന് താമസിക്കുന്ന ആളുകൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ തന്നെ രാവിലെ തന്നെ അറേഞ്ച് ചെയ്യും. റൂംസ് അവൈലബിൾ ആയിട്ടുള്ളത് AC ആൻഡ് നോൺ AC റൂംസ് ആയിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ ചൂസ് ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്കൊക്കെ ഇവിടുന്ന് പുറത്തിറങ്ങി നടന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണത്. കാരണം മറ്റുള്ള ലോങ് സൈറ്റിലേക്ക് തന്നെ പോകാണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെയൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും. എസ്റ്റേറ്റിലും ചെമ്പ്രോയുടെ വ്യൂവും പിന്നെ അതിനടുത്തുള്ള കുളങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. കാരണം അതിന് നിങ്ങൾക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടുത്തെ ഒരു ഹോം സ്റ്റേയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ഈ അധികം ദൂരെ പോകാണ്ട് തന്നെ നല്ല ഏരിയകളും നിങ്ങൾക്ക് ഈവനിങ് അതുപോലെ തന്നെ മോർണിംഗിലൊക്കെ മിസ്റ്റി ആയിട്ടുള്ള മഞ്ഞൊക്കെ വരുന്ന സമയത്തുള്ള കാഴ്ചകളും മഴയാണെങ്കിൽ ആ ഒരു വിഷ്വലും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ. ഇപ്പോൾ മഴയുടെ ഒരു വിഷ്വലാണ് ഇപ്പോൾ ഞാനിതിൽ ഇട്ടിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവും അത്. ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഭംഗിയുള്ള വ്യൂ ആണെന്നുള്ളത്.
നിങ്ങൾക്കിതൊരു ക്യാമറയിലൊക്കെ കാണുമ്പോൾ, മൊബൈലിലൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണുമ്പോഴോ ഒരു പരിമിതി തരും. പക്ഷെ അത് നേരിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റുക. ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണിത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഒത്തിരി ഈ സിറ്റിയിൽ തന്നെ വളർന്ന ആളുകൾക്ക് ഈ ഇടവഴിയിലൂടെയൊക്കെ പോകുന്ന ഒരു അനുഭവം എന്ന് പറയുന്ന ഒരു വേറെ തരത്തിലുള്ളൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അത്. പിന്നെ അവിടെ അടുത്തുള്ള പാറകളിലൊക്കെ കയറിയിരിക്കാം. ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും ഈ ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ വന്ന് പോകുമ്പോൾ. നൈറ്റൊരു വേറെ ആംബിയൻസ് തന്നെ കേട്ടോ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഒരു ആംബിയൻസിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഒരു അടിപൊളി പറഞ്ഞാൽ അടിപൊളി വ്യൂ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ലോ ബഡ്ജറ്റിൽ നമുക്ക് വന്ന് താമസിച്ച് പോകാനുള്ളൊരു നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു സ്പോട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കുക. ഞാൻ എന്തായാലും ഇതിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ വന്ന് പോയിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക.